ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യത്തിൽ മീഡിയയുമായി കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും വീഡിയോകൾ ചെയ്യുവാൻ പരിശുദ്ധ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു അവസരം ഒരുക്കിയത്. ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഇവിടെ പറയുന്ന ഒരു പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. സഭയെക്കുറിച്ചാണ്, അതായത് എഫെസോസ് സഭയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. ഈ എഫെസോസ് സഭയിൽ ദൈവം കണ്ടതായ വിഷയങ്ങൾ, അവർ ചെയ്യേണ്ടതായ വിഷയങ്ങളെ കുറിച്ച് ഒക്കെയും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടുത്തെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഭാഗം എങ്ങനെയാണെന്ന് ചോദിച്ചാല്, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഇരിക്കുന്നവൻ എന്ന് അതിസംബോധന ചെയ്താണ് അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എഫെസോസ് സഭയിലേക്ക് വെളിപ്പെടുത്തുന്നത്. അടുത്ത് അവിടെ ദൈവം അവിടെ ചില അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സഭയിൽ ഉള്ള ദൈവമക്കൾ ചെയ്യുന്നതായ ചില വിഷയങ്ങൾ അവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. 2-ാം വാക്യം മുതലാണ് അത് കാണുവാനായിട്ട് കഴിയുന്നത്. 2ഉം 3ഉം ആണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരായിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഇത് ദൈവം അവരെ കുറിച്ച് കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത് ദൈവം അവരോട് പറയുന്നതായ തെറ്റ്, അതായത് അവർക്ക് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി എന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട് എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്തു കൊള്ളുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളിക്ക് അതിന്റെ നിലയിൽ നിന്നും നീക്കുകയും ചെയ്യും എന്ന് അവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ഒന്ന് അഭിനന്ദനം അറിയിക്കുന്നു. 2-മത് അവരുടെ തെറ്റ് വെളിപ്പെടുത്തുന്നു. 3-മത് അവർക്ക് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ്. അടുത്ത് അവിടെ കാണുവാൻ സാധിക്കുന്ന, അവർ ഇത് ചെയ്താൽ, ഈ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ അവർക്ക് കൊടുക്കുന്ന വാഴ്ത്തത്വം എന്താണ് എന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, എങ്കിലും നിക്കോല്യവരുടെ നടപ്പും നീ പകയ്ക്കുന്നത് എന്നൊരു നന്മ നിനക്കുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീശയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇതാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത് വാഴ്ത്തത്വം എന്ന് പറയുന്നത്. മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ദൈവം തൻ്റെ മക്കളെ കാണുന്ന നിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് ഈ എഫെസോസ് സഭയെ കുറിച്ച് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി. ഒന്ന്, ദൈവം അവരുടെ നല്ല വിഷയങ്ങൾ വെളിപ്പെടുത്തി. 2, ദൈവം അവരുടെ കുറവുകളെ അവിടെ വെളിപ്പെടുത്തി. ആ കുറവിൽ നിന്നും രക്ഷപ്പെട്ടാൽ എന്ത് ഞാൻ നിനക്ക് തരും എന്നതിനെ കുറിച്ചും ഇവിടെ വെളിപ്പെടുത്തുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ എഫെസോസ് സഭ എന്ന് പറയുന്നത് ഏഷ്യ മൈനറിൽ തീരത്ത് നല്ല അഭിവൃദ്ധിയും
അഭിവൃദ്ധി പ്രാപിക്കുന്ന നല്ല വാണിജ്യ മേഖലപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒരു നല്ല ഒരു തുറമുഖമാണ് ഈ എഫെസോസ് എന്ന് പറയുന്ന നഗരം. ഇതൊരു ടൗണാണ്. ഈ ടൗണിൽ വളരെ വളരെ സാമ്പത്തിക ശേഷിപ്പുകളും വളരെ അഭിവൃദ്ധികളും ഒക്കെ ഉള്ള ഒരു ദേശമാണ് ഈ എഫെസോസ് സഭ. നമ്മൾ വളരെ മനസ്സിലാക്കണം. ഈ എഫെസോസ് സഭയിൽ എഫെസോസ് എന്ന് പറയുന്ന ദേശം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദേശമാണ്. ഏകദേശം 2,50,000 5 ലക്ഷം വരെയുള്ള ചെറിയ ഇത്രയും വിസ്തീർണമുള്ള ഇത്രയും ജനസംഖ്യയുള്ള ഒരു പട്ടണമാണ് ഈ എഫെസോസ് എന്ന് പറയുന്ന ഈ പട്ടണം. ഇവിടെ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരവും കൂടിയാണ്. അപ്പോൾ കുറഞ്ഞ ഒരു പട്ടണമല്ല, വളരെ 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 വലിയ ഒരു തുറമുഖമാണ് ഈ എഫെസോസ് എന്ന് പറയുന്ന ഈ പട്ടണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കായിക മേഖലകളും വളരെ പുരോഗമനമായിട്ട് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നു. അടുത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എഫെസോസ് സഭയുടെ രൂപം ആരാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫൗണ്ടർ ആരാണ്, ഇതിനെ രൂപീകരിച്ചത് ആരാണ്, സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസിന്റെ 3ാമത്തെ മിഷണറി യാത്രയിലാണ് ഈ എഫെസോസ് സഭയെ ദൈവം അവിടെ സൃഷ്ടിച്ചത്. പൗലോസിനെ കൊണ്ട് ദൈവം സൃഷ്ടിപ്പിച്ചത്. അവിടത്തെ നടത്തിപ്പുകാരൻ ആരെന്ന് ചോദിച്ചാൽ തീമത്തിയോസ് ആണ് അവിടത്തെ ആ സഭയുടെ പാസ്റ്റർ എന്ന് പറയുന്നത്. വളരെ മനസ്സിലാക്കണം. ഇത് ഏകദേശം പസ്മോസ് ദ്വീപിൽ നിന്നും 60 മൈൽ ദൂരമാണ് ഈ എഫെസോസ് സഭയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. പസ്മോസ് ദ്വീപിൽ നിന്നും ഏകദേശം 60 മൈൽ ഡിസ്റ്റൻസ് ഈ എഫെസോസിലേക്ക് വരുവാനായിട്ടുണ്ട്. അവിടെ വളരെയധികമാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അവിടെ ഒരു ദേശാധിപതിയുണ്ട്. ആ ദേശാധിപതിയെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ നദിയിൽ വെച്ച് പടക് തകർന്നു. ആ കടലിൽ നിന്ന് നീന്തി വന്നു. നീന്തി കരകയറി തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് തീ പറക്കി ഈ വിറകുകൾ പറക്കിയിട്ട് തീ കത്തിച്ചു. ആ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സർപ്പം കടിച്ചു തൂങ്ങി. ആ സർപ്പത്തെ കുടഞ്ഞ് ആ തീയിലിടുവാനിടയായി. ആ സർപ്പത്തെ കുറിച്ച് അവിടുത്തെ ആൾക്കാർ പറഞ്ഞ ഒരു കാര്യമാണ് അർത്തമിസ് ദേവി എന്നാണ്. അത് ഒരു അർത്തമിസ് ദേവിയാണ് ഈ പൗലോസിന്റെ കരത്തിൽ കടിച്ചു തൂങ്ങിയത് എന്ന് അവിടെ പറയുവാനായിട്ട് ഇടയായി. ഈ അർത്തമിസ് ദേവിയുടെ രൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒത്തിരി പേർ അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി നമുക്ക് എഫെസോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ തന്നെ പൗലോസ് ഈ ദേശത്തിലേക്ക് വരുമ്പോൾ ഇവിടത്തെ ജനം ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു. പക്ഷേ ഇവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ഒരു അനുഭവം ഇവരുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ഈ അനുഭവത്തെ പൗലോസ് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഏകദേശം 3 മാസത്തോളവും അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമാണ് അവർ പരിശുദ്ധാത്മാവിൽ നിറയുവാനായിട്ടിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നല്ല വശങ്ങളും കാണുന്നുണ്ട്. വളരെ മനസ്സിലാക്കണം. പലരും ചിന്തിക്കുന്നത് ദൈവം കുറ്റം മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെയാ. അങ്ങനെയല്ല പ്രിയരെ. ആ സഭയുടെ ഇവിടെ മറ്റ് 7 സഭകളെ കുറിച്ച് വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ, ഒരു സഭയെ കുറിച്ച് ദൈവം കാണുന്നത് അവിടുത്തെ കുറ്റം മാത്രമല്ല, അവിടുത്തെ നല്ല പ്രവൃത്തിയും കൂടി അവിടെ കാണുന്നുണ്ട്.
അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് അതിന്റെ 6-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, നിക്കോല്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിങ്ങളെ കുറിച്ച് പറയാനുണ്ട്. എന്താണ് ഈ ഈ നിക്കോല്യരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തി എന്ന് പറയുന്ന ഒരു ദുരുപദേഷ്ടക്കാരാണ്. ഈ ദുരുപദേഷ്ടക്കാരെ ആലയത്തിനകത്ത് അടുപ്പിക്കാത്ത ഒരു ഗുണം, ദുരുപദേഷ്ടക്കാരെ ആലയത്തിനകത്ത് അടുപ്പിക്കാത്ത ഒരു ഗുണം ഈ സഭയെ കുറിച്ചുണ്ട്. ഇത് കർത്താവ് കാണുന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്, പാടുന്നവരാണ്, ഒക്കെ ശരിയാ. പക്ഷെ ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. എങ്കിലും ദൈവം എഫെസോസിനെ കുറിച്ച് ഒരു തെറ്റ് പറയുന്നു. ആദ്യ സ്നേഹം നിങ്ങളിലില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മിൽ ആദ്യ സ്നേഹമുണ്ടോ? ദൈവത്തിലേക്ക് ആദ്യം നമ്മൾ കടന്നു വരുമ്പോൾ, മാനസാന്തരപ്പെട്ട രക്ഷയുടെ അനുഭവത്തിലേക്ക് സ്നാനമെടുത്ത കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ, അന്നുണ്ടായിരുന്നതായ തീഷ്ണത, അന്നുണ്ടായിരുന്ന ദൈവസ്നേഹം നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം വേദപുസ്തകം വ്യക്തമായി ഈ എഫെസോസ് സഭയെ മുൻനിർത്തി നമ്മോട് പറയുകയാണ്. ഇന്നാളുകൾ നമ്മൾ അതൊന്ന് ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഓരോ സഭകളിലും നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കണം. എന്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ദൈവത്തിന്റെ സന്നിധി കടന്നു വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ആ തീഷ്ണത, ആഗ്രഹം, ആ പ്രാർത്ഥന, ആരാധന എന്നിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. നിശ്ചയമായിട്ടും ഈ ഭാഗം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യട്ടെ എന്ന് ആശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും തുടർന്നും കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്